ടൂറിസം രംഗത്ത് പുത്തൻ സാധ്യതകളുമായി കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. വികസന, സേവന, ഉത്പാദന മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് MP സുശീല ബജറ്റ് അവതരിപ്പിച്ചു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മാറിക്കൊണ്ടും മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയകളിൽ സവിശേഷമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തനതായ മുദ്ര പതിപ്പിച്ചുകൊണ്ടും കുറ്റ്യാട്ടൂർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 100% വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് എന്ന ലക്ഷ്യം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പോവുകയാണ്. വാർഡ് തലം മുതൽ ശുചിത്വ കമ്മിറ്റികളും ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളും MCF, മിനി MCF, ബോട്ടിൽ ബൂത്ത് തുടങ്ങിയവയുടെ സാന്നിധ്യവും എല്ലാം തന്നെ മാലിന്യ സംസ്കരണ പ്രക്രിയകളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് MV സുശീല അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ ഉളുമ്പംകുന്ന്, ചെമ്മാടംപാടം, പാവന്നൂർ, പുഴയോരം എന്നിവിടങ്ങളിൽ ടൂറിസം മേഖലയ്ക്ക് മാറ്റാൻ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഫലങ്ങളെയും ശേഖരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലേക്ക് എത്തിച്ച് ദാരിദ്ര്യ ലഘൂകരണം ഉറപ്പുവരുത്തും. ഇത്തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടും ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ഊന്നൽ നൽകുന്നത്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 71,95,000 രൂപ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം 48,95,000, മത്സ്യമേഖല 2,20,000, പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് 7,10,000, സേവന മേഖലയിൽ പാർപ്പിടം 98,20,000, സാമൂഹ്യക്ഷേമം 55,07,780, കുടിവെള്ള ശുചിത്വം 1,44,80,000, ആരോഗ്യം 35,07,000, പട്ടികജാതി പട്ടികവർഗം 30,90,000 രൂപ, റോഡ്, സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നിവ ഉൾപ്പെടെ പശ്ചാത്തല വികസനത്തിന് 2,39,50,000, വിദ്യാഭ്യാസം, കലാ, സാംസ്കാരികം, യുവജനക്ഷേമം എന്നിവയ്ക്ക് 10,65,000, കുടുംബശ്രീ 22 ലക്ഷം, ദാരിദ്ര്യ നിർമ്മാണം 1,25,000 എന്നിങ്ങനെ വിവിധ മേഖലയിലെ വികസനം ഉൾക്കൊള്ളിച്ചാണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കേരള ശ്രമത്തിലാണ്. തീറ്റപ്പുൽ കൃഷി, പുഷ്പം കൃഷി വികസനം, ചെറുധാന്യങ്ങളുടെ വിത്ത് വിതരണം, കുറ്റ്യാട്ടൂർ മാവിന്റെ വ്യാപനം, ജൈവ മാമ്പഴം വിപണിയിലെത്തിക്കുവാനുള്ള പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരെയും വയലിലേക്ക് ഇറക്കുക എന്നതും ഞങ്ങളുടെ കടമയാണ്. ഇങ്ങനെ കൃഷി സമൃദ്ധി പഞ്ചായത്താക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കന്നുകാലികൾക്ക് കാലിത്തീറ്റ, കന്നുകുട്ടി പരിപാലനം, കറവ പശു വിതരണം, ആട് വിതരണം, പോത്ത് വിതരണം, മുട്ടക്കോഴി വിതരണം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ടെങ്കിലും പാൽ, മുട്ട എന്നിവയിൽ ബജറ്റ് അവതരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിജേഷ് വർമ്മൻ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രഭാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഹുസൈൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അരവിന്ദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP പങ്കജാശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോമള, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP റെജി, വാർഡ് മെമ്പർമാരായ യൂസഫ് പാലക്കൽ, അച്യുതൻ, ജയപ്രകാശൻ, നാരായണൻ, ജുവൈര്യ, പ്രദീപൻ, CDS ചെയർപേഴ്സൺ അജിത, സ്മൃതി, ബുഷ്ര തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസികളെയും മറ്റും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. കൂടാതെ കുടുംബശ്രീയെയും ചേർത്ത് നിർത്തി പ്രാദേശിക സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റമാണ് കടന്നു വന്നിരിക്കുന്നത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു സ്വാഗതവും പറഞ്ഞു. കൂടി കിട്ടാനുണ്ട്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആരോ സൂചിപ്പിച്ചിട്ടുണ്ട്, റോഡ്, ഫ്രഷ് റോഡ് ഉൾപ്പെടെ നമുക്ക് വെച്ച് പോകാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റ് സമ്മേളനം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.